ഹലോ. ആ അതെടോ, ഞാനെപ്പാ നയനാറ് സ്വർഗത്തിൽ നിന്നാന്നോ. ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് നാണക്കേടാകുന്നല്ലോ നമ്മളെ പാർട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ആദരണീയനും ജനകീയനുമായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നുണപ്രചരണത്തിൻ്റെ കൊടുങ്കാറ്റ് ഇളക്കി വിട്ടുകൊണ്ട് ഇന്നത്തെ കേരള മുഖ്യമന്ത്രിയായ അന്നത്തെ CPM ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു വാക്യമുണ്ട്: ഇപ്പോഴിറങ്ങിപ്പോയാൽ നല്ലത്, ഇല്ലെങ്കിൽ നാണം കെട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും എന്നായിരുന്നു അത്. പക്ഷേ ഉമ്മൻചാണ്ടി നാണം കെട്ടല്ല, അന്തസ്സായി ലക്ഷോപലക്ഷം ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്തിമമായ യാത്ര പോലും നടത്തിയത് എന്നത് കേരളം അത്ഭുതത്തോടെയോ ദുഃഖത്തോടെയോ കണ്ടുവന്ന കാര്യമാണ്. അപ്പോൾ നാണം കെടേണ്ട യാതൊരവസ്ഥയും ഉമ്മൻചാണ്ടിക്ക് വന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അന്വേഷണ ഏജൻസികളെ നേരിട്ട് കൊണ്ട് ക്ലീൻ ചിറ്റ് വാങ്ങിയാണ് അദ്ദേഹം അധികാരസ്ഥാനം വിട്ടുകൊഴിഞ്ഞത്. എന്നാൽ അന്ന് അത് പറഞ്ഞ വിജയൻ ഇന്നത്തെ കേരള മുഖ്യമന്ത്രിയുടെ സ്ഥിതി എന്താണ്? ഭ്രാന്തന്മാരെ പോലെ എന്നൊക്കെ ശബ്ദമുണ്ടാക്കി അപശബ്ദം പുറപ്പെടുവിച്ചും അധോവായി വിട്ടുമെല്ലാം ചോദ്യങ്ങളെ നേരിടേണ്ടി വരുന്ന നാണക്കേടിൻ്റെ പര്യായമായി മാറിയിരിക്കുന്ന ഒരുത്തനായി CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ മുന്നണിയുടെ നേതാവ് മാറിയിരിക്കുന്നു എന്നത് ചരിത്രം അയാൾക്ക് വേണ്ടി കരുതി വെച്ച കറുത്ത മഷി കൊണ്ടുള്ള കനം തികഞ്ഞ ഒരു ആക്രമണം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. എന്തുകൊണ്ടെന്നാൽ സത്യത്തിന് എന്നും അതിൻ്റെ പൊന്നും വില കാണും. ഇന്ന് അഴിമതി മാത്രമല്ല, ഈ PR ഏജൻസികളെ വെച്ചുകൊണ്ട് സ്വന്തം മാഹാത്മ്യം അണികളെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും പ്രകീർത്തിപ്പിച്ച് നേതാവായി കുറുക്കു വഴിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന പോലും നൽകാതെ PS അച്യുതാനന്ദൻ വരെയുള്ള ആളുകൾ നൽകിയ രക്തവും വിയർപ്പും നൽകി വളർത്തിയെടുത്തൊരു പ്രസ്ഥാനത്തിൻ്റെ ചില്ലയിൽ കയറിയിരുന്ന് ഒരു കേരള രാഷ്ട്രീയത്തിന് ഒരു സംഭാവനയും നൽകാതെ കുറുകെ നേതാവാവുകയും വഞ്ചനയുടെ മുഖ്യമന്ത്രിയാവുകയും മുഖ്യമന്ത്രി പട്ടം ഉപയോഗിച്ചും അതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴും നാനാതരത്തിൽ ധനസമ്പാദനത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും തൻ്റെയും തൻ്റെ കുടുംബത്തെയും കോടീശ്വരരാക്കി മാറ്റുകയും ചെയ്ത അധപ്പതിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ അടിവേരോടുകൂടി പിടിത്ത് ദൂരെ എറിഞ്ഞുകൊണ്ട് കേരളത്തിലെ അവസാന LDF മുഖ്യമന്ത്രി എന്നുള്ള ദുർഖ്യാതി നേടി ഇറങ്ങിപ്പോകുവാൻ തയ്യാറാകുന്ന വിജയൻ തിരിച്ചടി ഉമ്മൻചാണ്ടിയോട് വിജയൻ കൊടുത്ത ഉപദേശം ഇന്ന് വിജയൻ അനുസരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അനുസരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് അതിനുശേഷവും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. വിജയൻ്റെ സ്ഥിതി അതല്ല. വിജയൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങൾ തല്ലിക്കൊല്ലുന്ന അവസ്ഥയാണ്. വിജയൻ സമ്പത്തിന് വേണ്ടി പണക്കാരുടെ പുറകെ നിലം വാലാട്ടി നടക്കുന്ന ഒരവസ്ഥയിൽ അയാളുടെ കൂടെ നിന്ന് എല്ലാ ദുഷ്കൃത്യങ്ങളും, സ്വർണ്ണക്കള്ളക്കടത്തും കള്ളപ്പണവും എല്ലാ തരം വൃത്തികേടുകൾക്കും കൊലപാതകങ്ങൾക്ക് പോലും കൂട്ടുനിന്ന അൻവറിനെ പോലുള്ള ആളുകൾ ഇന്ന് അയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അയാൾക്ക് അൻവറിൻ്റെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് ഈ മന്ദബുദ്ധികളും ചിന്താശേഷിയില്ലാത്തവരുമായ ഇപ്പോഴത്തെ തൻ്റെ CPM എന്ന് പറയുന്ന ക്രിമിനൽ സംഘത്തിലെ ആ ക്രിമിനലുകളെ കൊണ്ട് കയ്യും വെട്ടും കാലും വെട്ടും തലയും വെട്ടുമെന്ന് മുദ്രാവാക്യം വിളിപ്പിക്കുന്നതിനപ്പുറം ഒരു ചോദ്യത്തിനെയും നേരിടുന്നതിനുള്ള നെഞ്ചുറപ്പ് ഈ കപട കമ്മ്യൂണിസ്റ്റുകാരില്ല. ഒരിക്കലും പിണറായി വിജയൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അയാളുടെ സംസ്കാരത്തിൽ കമ്മ്യൂണിസം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അയാൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വായിച്ച് പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ വേണ്ടുന്ന മിനിമം യോഗ്യത
ജനങ്ങളോട്, രാജ്യത്തോട്, തൻ്റെ പ്രത്യയശാസ്ത്രത്തോടല്ലെങ്കിൽ തൻ്റെ പ്രത്യയശാസ്ത്രം കൊണ്ട് ഇതിൻ്റെ അടിത്തറയിൽ വളർന്നു നിൽക്കുന്ന പാർട്ടിയോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റാണ്. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരിക്കലും വിജയൻ ഉണ്ടായിട്ടില്ല. വിജയൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് കുടുംബസ്നേഹമുണ്ട്, കുടുംബസ്നേഹമില്ലാത്തവന്മാർ കുടുംബസ്നേഹത്തെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വിജയൻ. കുടുംബസ്നേഹവും കൊണ്ടാണ് നടന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പി കൃഷ്ണപിള്ള അടക്കമുള്ള ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ അടുത്ത ഏറ്റവും ഒടുവിൽ സ്വയംഭരണ കോളേജുകളുടെ പേരിൽ നടന്ന എം വി രാഘവനെതിരെ നടന്ന സമരത്തിൽ വെടിയേറ്റ് വീണ് കിടന്ന ചെറുപ്പക്കാരനെ അടുത്ത കാലത്താണ് മരിച്ചത്. അവരെല്ലാം കുടുംബസ്നേഹത്തിൻ്റെ പേരിൽ വീട്ടിൽ ഇറങ്ങിയിരിക്കുകയും കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും സമ്പന്നരാക്കാൻ വേണ്ടി ശ്രമിക്കുകയുമാണ് ചെയ്തെങ്കിൽ വിജയൻ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖഭോഗങ്ങളും ആനുകൂല്യങ്ങളും അധോവായി കൊണ്ട് മറുപടി പറയുന്ന ഈ വൃത്തികെട്ട ശരീരഭാഷയും ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് അവൻ കുടുംബമുള്ളവനാണ്, സത്യസന്ധനായിരിക്കണം എന്നുള്ളത് അവൻ്റെ അടിസ്ഥാന യോഗ്യതയാണ്. വിജയൻ ഒരിക്കലും സത്യസന്ധനായിരുന്നിട്ടില്ല, ആയിരിക്കാൻ അയാൾക്ക് കഴിയുകയുമില്ല. ഒരിക്കലും വിജയൻ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശൈലി വിജയന് അംഗീകരിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. അയാളൊരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നിട്ടുമില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ PR ഏജൻസിയെ വെച്ച് താൻ ദൈവമാണ്, കാരണഭൂതനാണ്, കഴുകനാണ്, കോവർകഴുതയാണ്, മൂങ്ങയാണ്, തേങ്ങയാണ് എന്നെല്ലാം പറഞ്ഞ് പാടിച്ചുകൊണ്ട് തിരുവാതിരപ്പാട്ടും പാടിച്ച് അപ്പം കോകുന്നതിനെ പോലെയും AK ബാലനെയും പോലുള്ള വിവരദോഷികളെ കൊണ്ട് പ്രകീർത്തിപ്പിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരുത്തൻ തിരിച്ചറിയപ്പെടുകയില്ല എന്ന ധാരണയാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. വിജയൻ്റെ തൊലി ഉരിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിജയൻ നഗ്നനായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വിജയൻ്റെ എല്ലാ മഹാന്യ പ്രസ്താവനകളും വെറും പൊള്ളയായ വാചകമടി മാത്രമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടാണ് ഈ PR ഏജൻസി വന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറയുന്ന വിജയൻ്റെ ഇപ്പോഴത്തെ ഈ ന്യായീകരണവും വാചകമടിയും അയാളെ പിന്തുണയ്ക്കാൻ വേണ്ടി നടക്കുന്ന കഴുതകളുടെ വ്യാഖ്യാനങ്ങളും മതി ഈ പിണറായി വിജയനെ ഒരു കോവർ കഴുതയാക്കി നമ്മുടെ മുമ്പിൽ നിർത്താൻ. അങ്ങനെ നഗ്നായി ജനാധിപത്യം എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ, ജനകീയ പ്രശ്നങ്ങൾ ഒരിക്കലും ഏറ്റെടുത്ത് ഒരു സമരം ചെയ്യാതെ ചെയ്ത സമരം എന്താണ്? എന്തിനും തമ്മിൽ തുനിഞ്ഞിറങ്ങിയ ഒരു സ്ത്രീയെ കയ്യിൽ കിട്ടി, അവളെ ഉപയോഗിച്ചുകൊണ്ട്, ആ സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെപ്പോലൊരു നേതാവിനെതിരെ വൃത്തികെട്ട കഥകൾ, അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അഭിമാനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ മറവിലൂടെയൊക്കെ അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അച്യുതാനന്ദനെ വെട്ടി തനിക്ക് നേതാവാകണമെന്ന് പറഞ്ഞ മന്ത്രിയായ ഒരു മനുഷ്യന്, അയാൾക്ക് കാപട്യമില്ലാതെ മറ്റെന്തെങ്കിലും അറിയാമോ? മനുഷ്യൻ എന്നൊക്കെ ഞാൻ പറയുന്നു എന്നുള്ളത് രണ്ട് കാലും രണ്ട് കൈയും വീശ രണ്ട് കണ്ണും മൂക്കും മനുഷ്യൻ്റെ രൂപമുള്ളത് കൊണ്ടാണ്. മനോഭാവത്തിലോ സംസ്കാരത്തിലോ ഒരിക്കലും അയാൾ ഒരു മനുഷ്യനല്ല. മനുഷ്യനാകാൻ അയാൾക്ക് കഴിയുകയുമില്ല. അയാൾക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനും കഴിയില്ല. അതുകൊണ്ട് അധികാരത്തിൻ്റെ ധാർഷ്ട്യം മൂലം ഈ PR ഏജൻസികൾക്ക് കോടിക്കണക്കിന് രൂപ ഞാനും കൊടുത്തിട്ടില്ല, സർക്കാരും കാശ് കൊടുത്തിട്ടില്ല. സർക്കാരും ഗവൺമെൻറ്റും ഞാനും കാശ് കൊടുക്കാതെയാണല്ലോ വിജയനും ഗോവിന്ദനുമെല്ലാം ലോകം മുഴുവൻ കറങ്ങുന്നത്. മുതലാളിമാരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി, മുതലാളിമാരെന്ന് പറഞ്ഞാൽ ബിനാമികളാണ്. ബിനാമികളായ മുതലാളിമാരിൽ നിന്ന് കാശ് വാങ്ങി അവർക്ക് അവരുടെ സൗകര്യങ്ങളെല്ലാം നിവർത്തിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്ന ഒരുത്തൻ എന്ത് ആത്മാഭിമാനമുള്ള രാഷ്ട്രീയമാണ് പറയാനുള്ളത്? അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നതിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഈ അധോലോകം നായകനായ വിജയൻ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, ജെന്യുവിനായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അധോവായി വിട്ട് മറുപടി പറയുക. മലയാളത്തിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, വളിവിട്ട് തോൽപ്പിക്കുക എന്ന്. ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ വളിവിട്ട് തോൽപ്പിക്കാൻ വേണ്ടി ഇതാ ഒരു മുഖ്യമന്ത്രി, അന്ത്യപ്രവാചകനായി, അന്ത്യകമ്മ്യൂണിസ്റ്റായി ഒരു മുഖ്യമന്ത്രിയുടെ അധോവായു അനുഭവിക്കുവാനല്ല കേരളത്തിലെ ജനങ്ങൾ ഇരിക്കുന്നത് എന്ന് മാത്രം അയാൾക്കോ അയാളെ ഇപ്പോഴും താങ്ങിക്കൊണ്ട് നടക്കുന്ന ഗോവിന്ദനെ പോലുള്ള വിഡ്ഢികൾക്കോ
മനസ്സിലാകുന്നില്ല എന്ന് മാത്രം.